ഹലോ. ആ അങ്ങോട്ട് വിളിക്കായിരുന്നു ചേട്ടാ. എനിക്ക് പോവാൻ സമയമായല്ലോ. ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി. ഇല്ലില്ല. രണ്ട് പെൺകുട്ടികളല്ലേ, പറഞ്ഞ അനുസരണം ഒന്നുമില്ല. ഇന്നൊരാൾക്ക് കോളേജിൽ പോണില്ല, വയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. ചെറുതിനോട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? വലുതിനോട് ഒന്നും പറഞ്ഞാൽ അനുസരിക്കുകയില്ല, ഒരു ജോലിയും എടുക്കില്ല, ഭക്ഷണവും കഴിക്കില്ല. അത് തന്നെ. എന്താണ് വന്നൊന്നുമില്ല ഇങ്ങോട്ട്? അല്ല, നമ്മുടെ ഈ കടമൊക്കെ തീർന്നിട്ട് വരാനിരിക്കുന്ന കഴിഞ്ഞാൽ നടക്കില്ല കേട്ടോ. നാട്ടുകാർ മുഴുവൻ ചോദിക്കുന്നുണ്ട് എന്താ വരാത്തേന്ന്. ഇപ്പൊ എത്ര വർഷമായിന്ന് അറിയാമോ പോയി നാട്ടിൽ വന്നിട്ട്? അറിയാം ചേട്ടാ. ഇനിയിപ്പോ നമുക്ക് സങ്കടം കൊണ്ട് പറയണതാ. ശരി, വെച്ചോ. സമയമായി, എനിക്ക് പോവാറായി. എഴുന്നേറ്റിട്ടില്ല, രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല. അപ്പുറത്തെ മോളി ചേച്ചിനോട് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചേക്കാ. രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് നമുക്ക് ഒരു സമാധാനമില്ല പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ. മോളി ചേച്ചി നോക്കിക്കോളും. മോളി ചേച്ചി നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ചേച്ചിയാ. അവർക്ക് രണ്ട് ആൺകുട്ടികളായതുകൊണ്ട് അവർക്ക് ഭയങ്കര കാര്യം നമ്മുടെ മക്കളാ. ശരി, അന്ന് വെച്ചോ. രണ്ടുപേരും ഉറക്കത്തിലാണല്ലേ? വാവേ, ആരോ അനങ്ങണില്ല. വാവേ എഴുന്നേക്ക് വാ. വന്നേ, അമ്മ പോണ്, സമയം വൈകി. വാവേ എഴുന്നേക്ക് വാ, ഓടിയോ. വാ, ഇറങ്ങു മോൻ. വാ, അമ്മ പോട്ടെ. വാ മോൻ, താഴെ അക്കച്ചിയുടെ കൂടെ കിടക്ക്. വാ. അപ്പൊ അതെ, അമ്മ ജോലിക്ക് പോട്ടെ. അപ്പൊ അക്കച്ചിനെ നോക്കിക്കോളണം കേട്ടാ. അമ്മ പോയിട്ട് വരാം കേട്ടോ. ഇതിലടയ്ക്കുന്നു. വാവേ എഴുന്നേക്ക്, വാതിലടച്ചിട്ട് കിടക്ക്. വാ, അമ്മ പോവല്ലേ, വാതിലടച്ചിട്ട് കിടക്ക്. വാതിലടച്ചിട്ട് കിടക്കട്ടാ, അല്ലെങ്കിലേ അമ്മ പോവല്ലേ, ഇവിടെ ആരും ഇല്ലല്ലോ. വാതിലടച്ചിട്ട് കിടക്കണം കേട്ടോ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരാന്ന് ചോദിച്ചിട്ട് വാതിൽ തുറക്കാവൂ കേട്ടോ. കേട്ടാ പറഞ്ഞത്? ആര് വന്നാലും വാതിലും തുറക്കരുത്. ആരാന്ന് ചോദിക്കണം, ജനലൊക്കെ തുറന്ന് നോക്കണം കേട്ടോ. കേട്ടാ പറഞ്ഞത്? അമ്മ വൈകുന്നേരം വരുവുള്ളൂ. അക്കച്ചിനെ നോക്കിക്കോളണം കേട്ടാ. എന്നിട്ട് പോയി കിടന്നോ. ആരാന്ന് നോക്കണം. ഭക്ഷണമൊക്കെ അമ്മ മൂടി വെച്ചിട്ടുണ്ട് കേട്ടാ. അടക്കി. അമ്മ പോയോ? വരാട്ടാ. അമ്മ പോയി തോന്നുന്നു. ഹലോ എടാ, ഇപ്പൊ നീ വരല്ലേ? അമ്മ ഇപ്പൊ പോയിട്ടുള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വാ, ഞാൻ മിസ് അടിക്കും. വാവേനെ നമുക്ക് നീ വരുമ്പോ നീ ചോക്ലേറ്റോ കുറുകുറോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വാ. അപ്പൊ ഇവിടെ ഇരുത്താം. ഞാൻ കോളേജിൽ പോവാന്ന് പറഞ്ഞോളാം. ശരി, ഓക്കെ. എന്താ നീ പോയിക്കേ. നീ അവിടെ പോയിരുന്ന് കളിക്കുവാവേ. ഇതൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാ. മൂത്രസംബന്ധമായ അസുഖത്തിനൊക്കെ നല്ലതാണ്. പഴയ പോലെ ഒന്നും ഇതൊന്നും കാണാനില്ല. തഴുതാമയൊക്കെ എവിടെയാണാവോ എന്താണ്? പിള്ളേര് എഴുന്നേറ്റില്ലേന്നാവോ? രാവിലത്തെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടാവൂല. രാവിലെ തന്നെ എന്തൊരു മഴയാ. ഇനിയിപ്പൊ മഴക്കാലാണ്. കാലിലൊക്കെ ചെടിയായി. കാലൊന്ന് കഴുകട്ടെ. എന്താണ് കൊറിയറോ? കാണട്ടെ. കൊറിയർ എവിടെ? കൊറിയർ എന്തെന്നാ?
വീട് മാറിപ്പോയാ? എടാ നീ എന്തിനു വന്നാണ് ഇവിടെ? ഇത് എന്തൊരു പാടാണ്, 2 പെൺകുട്ടികളുള്ള വീടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുണ്ടോ ശല്യം? റോഡ് സൈഡ് ആയതാണ് ഏറ്റവും പറ്റിയത്. മറന്നു പോകാതിരുന്നാ മതിയായിരുന്നു. പിള്ളേരൊന്നും എഴുന്നേറ്റില്ലാന്ന് തോന്നുന്നു. മക്കളെ, ആ തുറക്ക് തുറക്ക്. ആരാന്നോ തുറന്നേ? ആ മോളി ചേച്ചിയായിരുന്നു. എന്താ തുറക്കാതിരുന്നേ? അമ്മ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും വന്നാ തുറക്കാൻ പാടില്ല. ആ അങ്ങനെ വേഗം തുറക്കരുത്, ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ. വാതിലടച്ചേക്കാം. ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? എന്താ കഴിച്ചേ? ചപ്പാത്തിയും. ചേച്ചി കഴിച്ചോ? അക്കച്ചി? അതെ. അക്കച്ചിക്ക് അല്ലെങ്കിൽ മോളി ചേച്ചിനെ കണ്ടു. ഇതെന്താ കുറുകുറൊക്കെ ആയിട്ട്? ചേച്ചിക്ക് ഇഷ്ടല്ല അല്ലേ മോളി ചേച്ചിനാ? കുഴപ്പമില്ല. മോനെ ഇത് പിടിച്ചേ. അക്കച്ചിക്കും കൊടുക്കണോട്ടെ ഇച്ചിരി. ഭക്ഷണം എന്താ കഴിച്ചേ? ചപ്പാത്തിയോ? ചപ്പാത്തിയും പരിപ്പ് കറിയാ? മോള് കഴിച്ചാ? അക്കച്ചി കഴിച്ചാ? എന്താ കഴിക്കണ? അക്കച്ചി ഒന്നും കഴിക്കൂലേ? അക്കച്ചി എന്തൊരു ക്ഷീണല്ലേ? മോളി ആന്റിക്ക് തരുമോ ഒരെണ്ണം? മോളി ആന്റിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. മോളി ആന്റിയുടെ പിള്ളേർക്ക് വാങ്ങിച്ചോണ്ട് വന്നതാ അങ്കിളേ. അപ്പൊ മോന് ഒരെണ്ണം എടുത്തോണ്ട് വന്നതാ ആന്റി. മോളെന്തെടുക്ക? പഠിക്കായിരുന്നോ? ഫോണൊക്കെ എടുത്തോണ്ട് വന്നിണ്ടായല്ലോ. ഫോണില്ലേ? മോള് വന്നേ, ആന്റിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വരൂ, വാ. ആന്റിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മോനോട് പറയാനുണ്ട്. കുറെ ദിവസമായി ആന്റി വിചാരിക്കണേ കുറച്ച് കാര്യങ്ങളൊക്കെ മോനോട് പറയണമെന്ന്. ഇവിടെ ഇരിക്കി. ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചായിരുന്നു. അതെ. ചപ്പാത്തി കഴിച്ചാ? ആന്റി കഴിച്ചില്ലേ? കഴിച്ചു. ആന്റി കഴിച്ചിട്ടാണ്. ഇന്നെന്താ കോളേജിൽ പോകാതിരുന്നേ? എനിക്ക് വയ്യായിരുന്നു. എന്ത് പറ്റി? തലവേദന. അതെ. മോന് ആരോടെങ്കിലും വരാൻ പറഞ്ഞിട്ടുണ്ടായോ? ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും? ഇല്ല. ഇല്ല അല്ലേ? പിന്നെ ആന്റിക്ക് പറയാനുള്ളത് വേറൊന്നും അല്ല കേട്ടോ. അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെയൊക്കെ നോക്കണത് അല്ലേ? ഒരു ദിവസം പോലും വീട്ടിലിരിക്കാതെ അമ്മ പണിക്ക് പോകുന്നുണ്ട്. അച്ഛനാണെങ്കിൽ വർഷങ്ങളോളം ആയി വീട്ടിലും നാട്ടിലൊക്കെ വന്നിട്ടല്ലേ. അപ്പൊ നിങ്ങൾ പഠിച്ച ഒരു നിലയിലായാലല്ലേ അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഈ കഷ്ടപ്പെടുന്നതിന് ഒരു ബലം അവർക്ക് ഉണ്ടാവണ്ടേ അല്ലേ? നിങ്ങള് മോനൊന്നും നോണയൊന്നും പറയില്ലായിരിക്കും, പക്ഷെ നമ്മൾ പഠിത്തത്തിലാണ് കേട്ടോ പ്രാധാന്യം കൊടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ ജീവിതം തൊട്ടടുത്ത് തന്നെ കിടക്കുകയാണ്. ചെറിയ പ്രായമൊക്കെ കഴിഞ്ഞു പോകും. ഇപ്പൊ തന്നെ നമ്മള് പാരന്റ്സിനെയൊക്കെ പറ്റിച്ച് ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നല്ലതല്ല. നമുക്ക് ഒരിക്കലും അത് ദൈവം നമ്മളെ നല്ലതിലോട്ട് കൊണ്ടുപോകില്ല. കാരണന്മാരെയൊക്കെ പറ്റിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ. ആരും പറ്റിക്കുന്നില്ലല്ലോ. ആരും പറ്റിക്കണില്ല എന്ന് മോന് തോന്നണുണ്ടെങ്കിൽ അത് മോന്റെ നല്ലത് കേട്ടാ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന കാര്യം മോൻ മറന്നു പോകരുത്. വിഷമിക്കാൻ വേണ്ടിയിട്ട് പറയണല്ല കേട്ടോ ആന്റി. അവര് ഒരുപാട് കഷ്ടപ്പെടണം എന്നുള്ള കാര്യം മോൻ അറിയാലോ. ഇനിയിപ്പൊ ആന്റിക്ക് ഒന്നും കൂടുതൽ പറയാനില്ല. മോൻ വിഷമിക്കൊന്നും വേണ്ട. നല്ല ജീവിതമൊക്കെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കി തരൂ കേട്ടോ. അല്ലാതെ ആരും നമ്മൾ സ്വയം ഒന്നും കണ്ടുപിടിക്കണ്ട കേട്ടാ. മോശം പറയാൻ ഒത്തിരി ആളുകളുണ്ടാവും. മക്കളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് മോളി ആന്റി പറയണേ കേട്ടാ. കേട്ടാ? വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. ആന്റി ഈശ്വരനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും മക്കൾക്ക് വേണ്ടിട്ടാ. മക്കളെ തുറക്ക്. എന്തെടുക്ക രണ്ടുപേരും? സമയം ഒരുപാടായോ? എത്ര മണിയായി? അങ്ങനെ ഒരുപാട് ലേറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ. അമ്മക്ക് എന്തെങ്കിലും ചെയ്തിരുന്നോ? ഒന്നും ചെയ്യണ്ട. എന്ത് പറ്റി? ഇന്നെന്താ വയ്യാത്ത? മാറിയില്ലേ? അമ്മക്ക് എന്തെങ്കിലും ചെയ്തു തരാം. ചെയ്ത് പറ. എന്ത് പറ്റി? ഞാനെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. മോൻ പോയി റെസ്റ്റ് എടുത്തോ? ഇല്ല, അമ്മക്ക് ഞാൻ ചെയ്തു തരാം. എന്താണ് പ്രശ്നം? എന്ത് പറ്റി? ചേച്ചി നല്ല ചേച്ചിയാണല്ലോ അമ്മ.
അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നിയേ? മോളി ചേച്ചി വന്നിട്ടുണ്ടായോ? മോളി ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടാ പോയേ, ഭക്ഷണമൊക്കെ കഴിക്കാണ്ട കിടക്കണേ, അപ്പൊ ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിരുന്നത്. എന്താണ് ഇപ്പൊ പ്രശ്നം? എന്താ മോളി ചേച്ചിക്ക് ഒന്നും കൊടുക്കണ്ട. മോളി ചേച്ചിക്ക് നിങ്ങളെയൊക്കെ വലിയ കാര്യ, സ്വന്തം മക്കളെ പോലെയാ മോളി ചേച്ചി നിങ്ങളെയൊക്കെ കാണുന്നത്. മക്കള് പെൺകുട്ടികളില്ലാത്തോണ്ട് ആ ചേച്ചിക്ക് നിങ്ങളൊക്കെ ഭയങ്കര കാര്യ. എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ? എന്തിനാ ഇപ്പൊ കരയണേ? മോളി ചേച്ചി എന്ത് കാര്യ പറഞ്ഞേ? കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളെ മക്കളെ പോലെ അവര് കാണണേ, വേറെ കുഴപ്പമൊന്നുമില്ല. സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടാ. പഠിക്കുമായിരുന്നു, വേറെ ഒന്നും ചെയ്യൊന്നും വേണ്ട.